നമ്മൾ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു ആപ്ലിക്കേഷന്റെയും സഹായം ഇല്ലാണ്ട് ഫോണിൽ ചെയ്യാൻ പറ്റും. നോർമലായിട്ട് അല്ലെങ്കിൽ ഡീഫാൾട്ടായിട്ട് ഫോണിലുള്ള പല സെറ്റിങ്സുകളും പല കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞാൽ അതിനൊന്നും നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് സ്റ്റാറ്റസുകൾ വരും. നമ്മളെ സുഹൃത്തുക്കൾ വെക്കുന്ന സ്റ്റാറ്റസുകൾ ഒരുപാടുണ്ടാവും. അതൊക്കെ നമുക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ, നമുക്കത് സ്റ്റാറ്റസ് ആക്കി വെക്കണമെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അതിന് 90% ആൾക്കാരും ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ്. എന്നാൽ നമ്മളെ സുഹൃത്ത് വെക്കുന്ന സ്റ്റാറ്റസ് അവരറിയാതെ കാണുക മാത്രമല്ല, അത് നമ്മളെ ഫോണിൽ സേവ് ആകുകയും എടുത്ത് നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനൊക്കെ കഴിയുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ. ഇതിന് നമ്മൾ ഒരു ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നില്ല. ഫോണിലുള്ള ഡിഫാൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ്സ് കൂടാണ് ചെയ്യുന്നത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മളെ ഫോണിൽ വാട്സപ്പ് എടുത്തിട്ട് അതിന്റെ സെറ്റിംഗ്സ് പോയിട്ട് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്നുള്ളിടത്തിൽ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്നുള്ളത് എനേബിൾ ആക്കി വെക്കുക. ഫോട്ടോസ് മാത്രം മതിയെങ്കിൽ അങ്ങനെ, ഫോട്ടോസും വീഡിയോസും വേണമെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കും, ഫോട്ടോസും വീഡിയോസും. അതുപോലെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് നിങ്ങൾ ഏത് നെറ്റ്വർക്കാണോ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഡാറ്റ ആയാലും വൈഫൈ ആയാലും അതിൽ അലോ കൊടുത്തിടുക. അതിനുശേഷം നിങ്ങളെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ, മൈ ഫയൽ എന്നൊക്കെ കാണുന്ന സംഭവമല്ലേ, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ 3 ലൈന് കാണും അല്ലെങ്കിൽ 3 ഡോട്ട് കാണും. അതെടുത്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. അതൊന്ന് ഓണാക്കുക. അത് ഓണാക്കി കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതെന്തിനാ 2 ഫോൺ വിചാരിക്കണ്ട, ഈ ഫോണിൽ ഒരു സ്റ്റാറ്റസ് വെക്കാന്ന്. ആ സ്റ്റാറ്റസ് നമ്മളെ വാട്സപ്പിൽ നമ്മൾ കാണാണ്ട് നമ്മളെ ഫയൽ മാനേജറിൽ വരുന്നത് ഒന്ന് നോക്കാം. ഞാൻ ഈ ഫോണിലെ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് എടുക്കട്ടെ. ഈ ഫോട്ടോ ഒരു കളർഫുൾ, നമ്മളിത് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വാൾപേപ്പർ ആപ്ലിക്കേഷൻ്റെ അതിലുള്ള ഫോട്ടോ ആണ്, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ ഫോട്ടോ ഞാൻ ഇതിൽ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുകയാണ്. സ്റ്റാറ്റസ് വെച്ച് അത് സ്റ്റാറ്റസ് ആയിട്ട് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ച് സ്റ്റാറ്റസ് ആയിട്ട് പോയി. ഇനി അതോടെ ഓഫാക്കിയാക്കട്ടെ. ഇനി അതിന് നമുക്ക് വേണ്ട. അതിൽ നമ്മൾ വെച്ച സ്റ്റാറ്റസ് ഇപ്പം ഇതിൽ വന്നിട്ടുണ്ടാവും. നമ്മളൊന്ന് നോക്കുക. ഇതാ മുത്തുമോൾ എന്നുള്ള പേരിൽ, ഇത് എൻ്റെ മോളെ ഫോണാണ്, അതുകൊണ്ടാണ് മുത്തുമോൾ നടിച്ചിട്ട് മുത്തുമോൾ എന്നുള്ള പേരിൽ ഇവിടെ വന്നിരിക്കും. നമ്മളത് ഓപ്പൺ ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഫയൽ മാനേജർ പോവാം. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് ഇന്റേണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. ഇന്റേണൽ സ്റ്റോറേജിൽ കുറച്ച് താഴെയായിട്ട് വാട്സപ്പ് ഉണ്ടാവും. വാട്സപ്പ് എടുക്കുക. വാട്സപ്പിൽ മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് മേലെ തന്നെ കാണാം സ്റ്റാറ്റസ് എന്ന്. ഈ സ്റ്റാറ്റസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്റ്റാറ്റസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ ഫോണിൽ വെച്ച് അതേ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ വന്നിരിക്കും. ഇവിടെ നമുക്കത് ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എന്തിനു വേണമെങ്കിലും ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സംഭവം തിരിഞ്ഞോ, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായം ഇല്ലാണ്ട് നമ്മളെ ഫയൽ മാനേജർ കൂടെ സുഹൃത്ത് വെക്കുന്ന സ്റ്റാറ്റസ് അവരറിയാണ്ട് കാണുകയും ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യുക, എടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ട്, നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്, പവർ ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.